ഓക്കെ, നമുക്കിന്ന് ഡിഗ്രി വിദ്യാർത്ഥികളെ പറ്റി സംസാരിക്കാം. ഡിഗ്രി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ആവാം, സെക്കൻഡ് ഇയർ ആവാം, തേർഡ് ഇയർ ആവാം, ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാരാവാം. ഇനി പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിൽ 4ാമത്തെ വർഷമൊക്കെ ഉള്ള ആളുകളൊക്കെ ആവാം. നിങ്ങളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഇപ്പം ഭാവിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിഗ്രറ്റിനെ പറ്റിയാണ്, ഒരു കുറ്റബോധത്തിനെ പറ്റിയാണ്, പണ്ട് ആ ഒരു അബദ്ധം ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും, ഓക്കെ, അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു, അന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് കുറേ സമയം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിലെ കുറേ സമയം എനിക്ക് മിസ്സായി എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ആ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് തോന്നൽ ഒഴിവാക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് SSC എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അവരുടേതായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഗവൺമെൻറ് ജോലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് SSC പരീക്ഷകൾ നടത്തിയിട്ടാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കുട്ടികൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം SSC എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും തീരുമാനിക്കും, അങ്ങനെയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അവിടെ നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേ ദിവസം മുതലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും ഒരു ജോലി ഒന്ന് തപ്പാം, ഒരു ജോലിയെ പറ്റി അന്വേഷിക്കാം, ഈ ലോകത്ത് എന്തൊക്കെ ജോലികളുണ്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക. ആ ഒരു ചിന്ത നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഇന്ന് മുതലേ എന്താണ് എൻ്റെ ഭാവി, എന്താണ് എൻ്റെ കരിയർ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ കരിയറിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് SSC. എന്തുകൊണ്ട് SSC എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയമുള്ളപ്പെടുത്ത് കാണാവുന്നതാണ്. അപ്പം SSC നമ്മുടെ ഡിഗ്രിയുള്ള കുട്ടികൾക്ക് വളരെ വലിയൊരു ജോലി അവസരമാണ് നൽകുന്നത്. ഡിഗ്രി മാത്രമല്ല, അല്ലാത്ത കുട്ടികൾക്കും +2, 10th ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും നല്ലൊരു ജോലി അവസരമാണ് നൽകുന്നത്. പക്ഷേ നമ്മളെ പ്രശ്നം എന്താ, നമ്മൾ പറയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേ ദിവസം, അല്ലെങ്കിൽ ഡിഗ്രി എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ, അല്ലെങ്കിൽ ഡിഗ്രി എക്സാം കഴിഞ്ഞ് കുറച്ച് നാൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, അത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. അത് വളരെ വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു ധാരണ എടുത്ത് മാറ്റി ദൂരേക്ക് വെക്കുക. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളൊരു SSC പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിവിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറോ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ഫൈനൽ ഇയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10th അതുപോലെ തന്നെ 12th പരീക്ഷകൾ എഴുതാൻ വേണ്ടി പറ്റും. 10th ലെവലിലുള്ള 12th ലെവലിലുള്ള പരീക്ഷകൾ എല്ലാം നിങ്ങൾക്ക് എഴുതാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരീക്ഷകൾക്കൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. മിക്കതും 23 വയസ്സ് 25 വയസ്സും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾ പല പരീക്ഷകൾക്ക് ഏജ് ഓവർ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെയാണ് നമ്മളറിയാം, അയ്യോ അത് എളുപ്പമുള്ള പരീക്ഷയായിരുന്നു, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റിയില്ല, എൻ്റെ ഏജ് ഓവറായിപ്പോയി. ഈ ഒരു റിഗ്രറ്റ് ഒരു കാരണവശാലും ഉണ്ടാവരുത്. അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുക. അപ്പം ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ പഠിക്കാണ്ട് പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. പരീക്ഷകൾ എഴുതുന്നത് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ ഒരു പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ 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 കുറവാണ്. 10,000-ൽ ഒരാളൊക്കെയാണ് അത്തരത്തിൽ ഫസ്റ്റ് പരീക്ഷ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് നമുക്ക് കുറച്ച് പരീക്ഷകൾ എഴുതണം. അപ്പോൾ അങ്ങനെ എക്സാം എഴുതി എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള മാർഗ്ഗമാണ് ഇതൊക്കെ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ +2 പരീക്ഷേൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. ഒറ്റ ദിവസം അതിനു വേണ്ടി പരീക്ഷ എഴുതാൻ പോയാൽ മതി. 10th ലെവൽ വരുമ്പം അതിനും അപ്ലൈ ചെയ്യണം, പോയി എഴുതണം. വളരെ തുച്ഛമായ ഒരു അപ്ലിക്കേഷൻ ഫീസൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസവും ഒരു 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരിക. ഇനി പെൺകുട്ടികളാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസേ നിങ്ങൾക്ക് ഉണ്ടാവില്ല. 100 രൂപയൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പരീക്ഷകൾ എഴുതുക. ഇനി നിങ്ങൾ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂടെ എഴുതാൻ പറ്റും, ഡിഗ്രി ലെവൽ എക്സാം ആയിട്ടുള്ള എല്ലാ എക്സാം എഴുതാൻ പറ്റും. അതിൽ തന്നെ CGL എഴുതാൻ വേണ്ടി കഴിയും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ വരാനിരിക്കുകയാണ്, CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്യുകയാണ്, ഡിഗ്രീൻ്റെ മാർക്ക് ചോദിക്കും നിങ്ങളോട്. അപ്പോൾ ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ആളാണ്
എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭാവിയിലേക്ക് ഇത് സീരിയസ് ആയി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ എക്സാം നിങ്ങൾക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായിട്ട് പോയിട്ട് പരീക്ഷ മറ്റ് അടുത്ത വർഷത്തെ പരീക്ഷകൾ എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോഴാണ് നമ്മൾ പാനിക് ആവുന്ന സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവുക, സിലബസിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കുകയൊക്കെ എക്സാമിന് നമ്മൾ അറിയാണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് മസ്റ്റായും നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, എക്സാം എഴുതിയിട്ടുണ്ടാവണം. ഇപ്പോൾ വരാനിരിക്കുകയാണ്, വിത്തിൻ ഒരു 1 month ഒക്കെ നോട്ടിഫിക്കേഷൻ വരും. ഈ മാർച്ച് അവസാനം വരും എന്നൊക്കെയാണ് പറയുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഈ ചാനലിൽ തന്നെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് മസ്റ്റായും ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ CGL അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് എഴുതുമ്പോഴായിരിക്കും ഓക്കെ ഇത് എനിക്ക് പറ്റാൻ സാധ്യതയുണ്ട്, ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല, ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. ആ കോൺഫിഡൻസ് വന്നാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഇതൊരു ഗോൾഡൻ അഡ്വൈസ് ആയിട്ട് എടുത്തോളുക. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. ഇനി 2 മാസത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെ പഠിക്കും? നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് പഠിക്കാൻ, ഡിഗ്രി പരീക്ഷ നടക്കാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഞാൻ എങ്ങനെയാണ് ഇത് പഠിക്കുക? നിങ്ങൾക്ക് ഒരു ദിവസം മിനിമം വളരെ ചെറിയൊരു സമയം മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു ദിവസം ഒരെണ്ണമൊക്കെ വെച്ച് കണ്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒക്കെ ആകാം. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്, അവിടെ പോയി വെറുതെ കറക്കി കുത്തുക എന്നുള്ളതല്ല, ഒരു ഫണ്ടമെന്റൽ ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പം നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CGLന്റെ പൈലറ്റ് ബാച്ച് എന്ന് പറഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെയാണ്, നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു വാട്സപ്പ് ലിങ്ക് നമ്മുടെ ഗ്രൂപ്പ് താഴെ കമൻറ്റിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് അവിടെ തരാം. ഓരോ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്ത് തരും. കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാവുക. നമ്മളെ ഭാവിക്ക് വേണ്ടി ഇപ്പോഴേ കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. എത്ര നേരത്തെ നിങ്ങൾ തുടങ്ങുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മോട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനോട് മാത്രമാണ്, അല്ലെങ്കിൽ CGL കാര്യമായി ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ്. അല്ലാത്ത ആളുകൾ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ CGLന് വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് മാത്രമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ഈ വരുന്ന ജൂൺ മാസത്തിൽ കേട്ടോ, 2 മാസം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 2 മാസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് 1 വർഷം ഇരുന്ന് CGLന് വേണ്ടി പഠിച്ച് 2027 നടക്കുന്ന CGL ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് CGL വളരെ സീരിയസ് ആയിരിക്കണം, വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ഒരു കാരണവശാലും വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ച് ഒന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ റിസർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ റിസർവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഫില്ലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ബാച്ച് CGLന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്തോളുക. നേരത്തെ ഫില്ല് ചെയ്യുക, നേരത്തെ കോൺടാക്ട് ചെയ്യുക, നേരത്തെ ഒന്ന് റിസർവ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരീക്ഷ കഴിയുമ്പോഴേക്കും നേരെ വന്നിട്ട് പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. അതിന് മുന്നേ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവണം. ഞാനിപ്പോൾ പറഞ്ഞ ഈ 2026 നടക്കാൻ പോകുന്ന CGL എഴുതിയിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വളരെ സ്ട്രോങ് ആയി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി കഴിയും. നമ്മൾ ആഗ്രഹിച്ച ഒരു നല്ല ജോലി നേടാൻ വേണ്ടിയും കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറന്നു പോരുത്, നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന ആളാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടേ എനിക്ക് ഒരു ജോലിക്ക് പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള ഒരിക്കലും തീരുമാനിക്കരുത്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതൽ അതിനെപ്പറ്റി അന്വേഷിക്കുക, കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുക, കൃത്യമായി പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ.